Yes, good morning, children. Let's start our EVS class with As Stone, As Wind, Lesson 7. Already I sent you Lesson 6 question and answers for you. Did you copy? You have to write it in your notebook, okay? And also you must learn by heart. Each question answers you have to learn by heart, okay? I'll read for you. You have to look at the text. Lesson 7. As Stone, As Wind. Amal and his friends are watering the school garden. Amal and his friends are watering the school garden. Amal immersed a big cup into a bucket full of water. The water spilled over. എന്ത് സംഭവിച്ചു? അമലും കൂട്ടുകാരും സ്കൂളിലെ പൂന്തോട്ടം നനച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അമൽ ഒരു കപ്പ് എടുത്തിട്ട് ബക്കറ്റിൻ്റെ അകത്തോട്ട് താഴ്ത്തി. കാരണം വെള്ളം കോരിയെടുക്കാൻ വേണ്ടിയാണ്, പക്ഷെ അവനങ്ങോട്ട് താഴ്ത്തിയപ്പോൾ എന്ത് പറ്റി? ദ വാട്ടർ സ്പിൽഡ് ഓവർ. ബക്കറ്റിൽ നിറച്ച വെള്ളത്തിലേക്ക് അമൽ എന്ത് ചെയ്തു? ഒരു വലിയ കപ്പ് താഴ്ത്തിയപ്പോൾ എന്ത് പറ്റി? അപ്പോൾ വെള്ളം, ദ വാട്ടർ സ്പിൽഡ് ഓവർ, വെള്ളം കവിഞ്ഞൊഴുകി. ശ്രേയ, വാട്ട് ഇസ് ദിസ്? ഡോണ്ട് യു നോ ദാറ്റ് വി ഷുഡ് നോട്ട് വേസ്റ്റ് ഈവൻ എ ഡ്രോപ്പ് ഓഫ് വാട്ടർ? ഇതെന്താ കാണിക്കുന്നത്? അറിഞ്ഞുകൂടെ ഒരു തുള്ളി വെള്ളം പോലും നഷ്ടപ്പെടുത്തരുതെന്നുള്ള കാര്യം അറിഞ്ഞുകൂടെ എന്ന് ശ്രേയ ചോദിക്കുകയാണ്. അമൽ, ഐ ഡിഡിൻ വേസ്റ്റ് വാട്ടർ. ശ്രേയ, ഞാൻ വെള്ളം വേസ്റ്റാക്കിയില്ല. ദ വാട്ടർ ഓവർഫ്ലോഡ് വെൻ ഐ ഡിപ്പ് ദ കപ്പ്. ദ വാട്ടർ ഓവർഫ്ലോഡ് വെൻ ഐ ഡിപ്പ് ദ കപ്പ്. ഞാൻ വെള്ളം വേസ്റ്റാക്കിയില്ല. ഞാൻ അതിൻ്റെ അകത്തോട്ട് കപ്പ് താഴ്ത്തിയപ്പോഴേക്കും എന്തായി? വെള്ളം കവിഞ്ഞൊഴുകി. ഞാൻ കളഞ്ഞതല്ല, കപ്പ് താഴ്ത്തിയപ്പം വെള്ളം കവിഞ്ഞൊഴുകിയതാണ്. ശ്രേയ, ഇസ് ഇറ്റ് സോ? അത് ശരി. വൈ ഡസ് വാട്ടർ സ്പിൽ ഓവർ ലൈക്ക് ദിസ്? എന്തുകൊണ്ടാണ് വെള്ളം കവിഞ്ഞൊഴുകാൻ കാരണം? ലെറ്റസ് ഫൈൻഡ് ഔട്ട്. നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോ എന്ന് കുട്ടികൾ ശ്രേയ ചോദിക്കുകയാണ്. ഈസ് ഇറ്റ് സോ? അത് ശരി. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വെള്ളം കവിഞ്ഞൊഴുകാൻ കാരണം എന്താണ്? നമുക്കത് പരീക്ഷിച്ച് നോക്കിയാലോ? അമൽ, സുബിൻ ആൻഡ് ശ്രേയ ആർ നൗ ഗോയിങ് ടു കണ്ടക്ട് ദി എക്സ്പെരിമെൻറ്റ്. അവർ ഒരു തീരുമാനമെടുത്തു, നമുക്കൊരു പരീക്ഷണം ചെയ്ത് നോക്കിയാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ദേ ഹാവ് ടേക്കൺ എ ബക്കറ്റ് ഫുൾ ഓഫ് വാട്ടർ. ഒരു ബക്കറ്റ് നിറച്ച് വെള്ളം എടുത്തു. ആ കൂട്ടത്തിൽ എ ബ്രിക്ക്, ഒരു ഇഷ്ടിക, എ സ്റ്റോൺ, ഒരു കല്ല്, എ പീസ് ഓഫ് വുഡ്, ഒരു മരക്കഷ്ണം, ആൻഡ് ആൻ അയൺ പീസ്, ഒരു ഇരുമ്പും കട്ടയും അവരെടുത്തു. ലീന കംസ് ദർ അറ്റ് ദാറ്റ് ടൈം. ലീന അവിടേക്ക് കടന്നു വന്നു. ഷി ആസ്ക്ഡ് ഈഗർലി, ആകാംക്ഷയോടെ ചോദിച്ചു, വാട്ട് ആർ യു ഓൾ ഗോയിങ് ടു ഡു നൗ? നിങ്ങൾ എന്നാ ചെയ്യാൻ പോയപ്പോൾ? നിങ്ങൾ എന്ത് ചെയ്യാൻ പോയപ്പോഴെന്ന് ആര് ചോദിച്ചു? വളരെ ആകാംക്ഷയോടെ ലീന ചോദിച്ചു. അമൽ, സുബിൻ ആൻഡ് ശ്രേയാണ് പരീക്ഷണം ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. അപ്പോൾ അവരോട് ചോദിച്ചു. ഓക്കെ, നെക്സ്റ്റ് പേജ് എടുത്ത മക്കൾ. ടേക്ക് പേജ് നമ്പർ 72 എടുത്ത് എല്ലാവരും എടുത്തോ? ഓക്കെ, നൗ സീ സുബിൻ, we are dropping each of these objects into the water in the bucket. We are dropping each of these objects into the water in the bucket. When we drop any object into a container full of water, the water spill over. When we drop any object into a container full of water, the water spills over. ഓക്കെ, ബക്കറ്റിലെ വെള്ളത്തിലേക്ക് ഞങ്ങൾ ഓരോരോ സാധനം ഇട്ട് നോക്കിയാണ്. ആര് പറഞ്ഞു? സുബിന്. ആരോടാ പറഞ്ഞ? സുബിൻ ആരോടായിരുന്നു പറഞ്ഞത്? ലീനയോട്. അപ്പം ഞങ്ങൾ ബക്കറ്റിൽ വി ആർ ഡ്രോപ്പിംഗ് ഈച്ച് ഓഫ് ദീസ് ഒബ്ജക്ട്സ് ഇൻ ടു ദ വാട്ടർ ഇൻ ദ ബക്കറ്റ്. വെൻ വി ഡ്രോപ്പ് എനി ഒബ്ജക്റ്റ് ഇൻ ടു എ കണ്ടെയ്നർ ഫുൾ ഓഫ് വാട്ടർ, ദ വാട്ടർ സ്പിൽസ് ഓവർ. നിറയെ വെള്ളമുള്ള പാത്രത്തിലേക്ക് ഏത് വസ്തു ഇടുമ്പോഴും വെള്ളം പുറത്തേക്ക് ഒഴുകുകയാണ് ചെയ്യുന്നത്. ദ വാട്ടർ സ്പിൽസ് ഓവർ. ദ വാട്ടർ സ്പിൽസ് ഓവർ. ഇവിടെ വെള്ളം പുറത്തേക്ക് ഒഴുകുകയാണ് ചെയ്യുന്നത്. അവൽ, ലീന, ക്യാൻ യു ഗെസ് വിച്ച് ഓഫ് ദീസ് ഒബ്ജക്ട്സ് വെൻ ഇമ്മേഴ്സ്ഡ് വിൽ മേക്ക് ദ മാക്സിമം ഓവർഫ്ലോ ഓഫ് വാട്ടർ? അമൽ ചോദിക്കുകയാണ്, ഇവിടെ വച്ചിരിക്കുന്നതിൽ ഏത് വസ്തു ബക്കറ്റിലിടുമ്പോഴാണ് കൂടുതൽ വെള്ളം കവിഞ്ഞൊഴുകുന്നത്? എനിക്ക് പറയാവോ? ഇതിലേത് സാധനം വെള്ളത്തിലേക്ക് ഇടുമ്പോഴാണ് കൂടുതൽ വെള്ളം കൂടുതൽ കവിഞ്ഞൊഴുകുന്നതെന്ന്? നൗ ക്യാൻ യു മേക്ക് എ ഗസ്? നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ? നൗ ക്യാൻ യു മേക്ക് എ ഗസ്? ഡു ദ ഫോളോയിങ് എക്സ്പെരിമെൻറ്റ് ആൻഡ് നോട്ട് ഡൗൺ യുവർ ഫൈൻഡിങ്സ്. ഈ പരീക്ഷണം ചെയ്ത് നോക്കൂ, കണ്ടെത്തലുകളൊക്കെ എഴുതുക. ഓക്കെ, ദെൻ ഒബ്ജക്ട്സ് വിത്ത് ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് ദോസ് വിത്തൗട്ട് ഷേപ്പ്.
ഒബ്ജക്ട്സ് വിത്ത് ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് ദോസ് വിത്തൗട്ട് ഷേപ്പ്. ആകൃതി ഓരോ വസ്തുവിനും എന്താണ്, ഒരു ഷേപ്പുണ്ട്, ചിലതിന് ഷേപ്പും ഇല്ല. ഒബ്ജക്ട്സ് വിത്ത് ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് ദോസ് വിത്തൗട്ട് ഷേപ്പ്. ആകൃതി ഉള്ളവയുണ്ട്, ആകൃതി ഇല്ലാത്തവയും ഉണ്ട്. പിന്നെ എന്നാ, ഓൾ ഒബ്ജക്ട്സ് ഓക്യുപ്പൈ സ്പേസ്. കണ്ടോ, അവിടെ നീല ലെറ്റർ എഴുതിയിരിക്കുന്നത് കണ്ടോ നിങ്ങൾ? ഓൾ ഒബ്ജക്ട്സ് ഓക്യുപ്പൈ സ്പേസ്. എല്ലാ വസ്തുക്കൾക്കും എന്താണ്, സ്ഥിതി ചെയ്യാൻ സ്ഥലം വേണം. എല്ലാ വസ്തുക്കൾക്കും സ്ഥിതി ചെയ്യാൻ എന്ത് വേണം? അതുകൊണ്ടാണ് നമ്മൾ ഏത് സാധനം വെള്ളത്തിലോട്ട് ഇട്ടപ്പോഴും നിറയെ വെള്ളമുള്ള പാത്രത്തിലേക്ക് ഇട്ടപ്പം പാത്രം കവിഞ്ഞൊഴിയും. പാത്രത്തിൽ നിന്ന് വെള്ളം കവിഞ്ഞൊഴിയാൻ കാരണം, പാത്രത്തിൽ നിന്ന് വെള്ളം കവിഞ്ഞൊഴിയാൻ കാരണം എന്താണ്? ഓരോ വസ്തുവിനും സ്ഥിതി ചെയ്യാൻ സ്ഥലം വേണം, സ്ഥലം ആവശ്യമാണ്. അതുകൊണ്ടാണ് അങ്ങനെ കവിഞ്ഞൊഴുകിയത്. വാട്ട് അബൌട്ട് ഒബ്ജക്ട്സ് ഓഫ് ഗ്രേറ്റർ സൈസ്? വലിയ സാധനങ്ങൾ ഇട്ടാലോ, കൂടുതൽ വലിപ്പമുള്ള വസ്തുക്കൾക്കോ? കൂടുതൽ വലിപ്പമുള്ള സാധനം ഇട്ടാൽ കൂടുതൽ വെള്ളം പോകും, ഇല്ലേ? ഓക്കെ. ഒബ്ജക്ട്സ് വിത്ത് ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് ദോസ് വിത്തൗട്ട് ഷേപ്പ്. ഓക്കെ. ആകൃതിയുള്ള സാധനങ്ങളും ആകൃതി ഇല്ലാത്തവയും. പിന്നെ വസ്തുക്കൾക്ക് സ്ഥിതി ചെയ്യാൻ സ്ഥലം വേണം. പിന്നെ ചില വസ്തുക്കൾക്ക് ആകൃതിയുണ്ട്, ചില വസ്തുക്കൾക്ക് ആകൃതിയില്ല. ഓക്കെ. ഷേപ്പ് ഉള്ളവയുണ്ട്, ഷേപ്പ് ഇല്ലാത്തവയുണ്ട്. അതുപോലെ തന്നെ എല്ലാ വസ്തുക്കൾക്കും സ്ഥിതി ചെയ്യാൻ ആവശ്യമാണ്. വലിയ സാധനങ്ങൾ അത്രയും സ്ഥലം വേണം. ചെറിയ സാധനങ്ങൾ, ഏത് സാധനത്തിന് സ്ഥിതി ചെയ്യാൻ എന്ത് വേണം? സ്ഥലം ആവശ്യമാണ്. ഓൾ ഒബ്ജക്ട്സ് ഓക്യുപ്പൈ സ്പേസ്. എല്ലാ സാധനങ്ങൾക്കും സ്ഥിതി ചെയ്യാൻ എന്ത് വേണം? സ്ഥലം വേണം. ഒബ്ജക്ട്സ് വിത്ത് ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് ദോസ് വിത്തൗട്ട് ഷേപ്പ്. ടേക്ക് വാട്ടർ ഇൻ എ ഗ്ലാസ് ടംബ്ലർ. വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് വാട്ടർ നൗ? നൗ പോർ ദിസ് വാട്ടർ ഇൻ ടു വെസൽസ് ഓഫ് ഡിഫറെൻറ്റ് ഷേപ്പ്. മക്കളെ, ഒരു കപ്പിൽ വെള്ളം എടുക്കുക. എടുത്തു. പിന്നെയോ, ഇപ്പോൾ വെള്ളത്തിൻ്റെ ആകൃതി എന്താണ്? കപ്പിൻ്റെ ഷേപ്പ്. നൗ പോർ ദിസ് വാട്ടർ ഇൻ ടു വെസൽസ് ഓഫ് ഡിഫറെൻറ്റ് ഷേപ്പ്. ഈ വെള്ളം പല ആകൃതിയുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കുക. അപ്പോഴേ വെള്ളത്തിൻ്റെ ആകൃതി എന്താണ്? എന്ത് മാറ്റമുണ്ടായത്? ഈസ് ദർ എനി ചേഞ്ച് ഇൻ ദ ഷേപ്പ് ഓഫ് വാട്ടർ? വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ്? ഓരോ പാത്രത്തിൽ ഒഴിക്കുമ്പോഴും വെള്ളത്തിൻ്റെ ഷേപ്പ് അതാണ്. ഇതിന് കാരണം എന്താണ്? എന്തെങ്കിലും കാരണമുണ്ടോ ഇതിന്? യെസ്. വാട്ടർ ഡസ് നോട്ട് ഹാവ് എ ഡെഫിനിറ്റ് ഷേപ്പ്. ഇറ്റ് ടേക്സ് ദ ഷേപ്പ് ഓഫ് ദ വെസൽ ഇൻ വിച്ച് ഇറ്റ് ഈസ് കണ്ടെയ്ൻഡ്. വെള്ളത്തിന് പ്രത്യേക ഒരു ഷേപ്പില്ല. ഏത് പാത്രത്തിൽ ഒഴിക്കുന്നോ ആ പാത്രത്തിൻ്റെ ഷേപ്പാണ് ആ വെള്ളത്തിൻ്റെ ഷേപ്പ്. വെള്ളത്തിന് പ്രത്യേകിച്ച് ഷേപ്പില്ല. വാട്ടർ ഹാസ് നോ ഡെഫിനിറ്റ് ഷേപ്പ്. വാട്ടർ ഡസ് നോട്ട് ഹാവ് എ ഡെഫിനിറ്റ് ഷേപ്പ്. ഇറ്റ് ടേക്സ് ദ ഷേപ്പ് ഓഫ് ദ വെസൽ ഇൻ വിച്ച് ഇറ്റ് ഈസ് കണ്ടെയ്ൻഡ്. ഈ വെള്ളം എന്തിൻ്റെ ഷേപ്പ് എടുക്കുക? ഏത് പാത്രത്തിലാണോ അതുള്ളത് ആ പാത്രത്തിൻ്റെ ഷേപ്പാണ് എടുക്കുന്നത്. വെള്ളത്തിന് നിശ്ചിതമായൊരാകൃതിയില്ല. അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിൻ്റെ ആകൃതിയാണ് അതിൻ്റെ ആകൃതി. ഓക്കെ. ബട്ട് വാട്ട് അബൌട്ട് എ സ്റ്റോൺ? എന്നാൽ പിന്നെ കല്ലെങ്ങനെയാണ്? കല്ലിൻ്റെ ഷേപ്പ് എന്താണ്? ഓക്കെ. യു നോ ദാറ്റ് വി ക്യാൻ പോർ വാട്ടർ ഇൻ ടു എ ബോട്ടിൽ. നമുക്കറിയാം വെള്ളം ഒരു പാത്രത്തിന് വേറൊരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിക്കാൻ പറ്റുമോ? ഓക്കെ മക്കൾ, നെക്സ്റ്റ് പേജ് എടുത്തേ. പേജ് നമ്പർ 73 എടുത്തേ. എല്ലാവരും എടുത്തോ? ഓക്കെ. യു നോ ദാറ്റ് വി ക്യാൻ പോർ വാട്ടർ ഇൻ ടു എ ബോട്ടിൽ, ബട്ട് ക്യാൻ യു പുട്ട് എ സ്റ്റോൺ വിച്ച് ഈസ് ബിഗർ ദാൻ ദ മൗത്ത് ഓഫ് എ ബോട്ടിൽ ഇൻ ടു ദാറ്റ് ബോട്ടിൽ? വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദിസ്? മക്കളെ, യു നോ ദാറ്റ് വി ക്യാൻ പോർ വാട്ടർ ഇൻ ടു എ ബോട്ടിൽ. നമുക്കറിയാം കുപ്പിയിലേക്ക് വെള്ളം ഒഴിക്കാൻ കഴിയും. അറിയാമല്ലോ, കഴിയും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ബട്ട് ക്യാൻ യു പുട്ട് എ സ്റ്റോൺ വിച്ച് ഈസ് ബിഗർ ദാൻ ദ മൗത്ത് ഓഫ് എ ബോട്ടിൽ, ബിഗർ ദാൻ എ മൗത്ത് ഓഫ് ദ ബോട്ടിൽ ഇൻ ടു ദാറ്റ് ബോട്ടിൽ? മക്കളെ, കുപ്പിയുടെ വായ്വട്ടത്തേക്കാൾ ഒരു വലിയ കല്ല് കുപ്പിക്കുള്ളിലേക്ക് ഇടാൻ കഴിയുമോ? ഇല്ല. കുപ്പിയുടെ വായയുടെ വട്ടത്തിനെ കഴിഞ്ഞും വലിയൊരു കല്ല് കുപ്പിയിലേക്ക് ഇടാൻ പറ്റുമോ? ഇല്ല. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദിസ്? എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? സ്റ്റോൺ ഹാസ് ഷേപ്പ് ആൻഡ് സൈസ്. കല്ലിന് ആകൃതിയും വലുപ്പവും ഉണ്ട്, പക്ഷെ വെള്ളത്തിന് ഷേപ്പില്ല. ഏത് പാത്രത്തിലേക്ക് വെള്ളം ഒഴിക്കുന്നോ ആ പാത്രത്തിൻ്റെ ഷേപ്പാണ് ആ വെള്ളത്തിൻ്റെ ഷേപ്പ്.
അവസാനം കല്ലിന് ഷേപ്പുണ്ട്, സൈസുണ്ട്. കല്ലിന് ആകൃതിയും ഷേപ്പും ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് അങ്ങനെ. സ്റ്റോൺ ഹാസ് ഷേപ്പ് ആൻഡ് സൈസ്. ഓക്കെ, മെഷറിംഗ് വെയ്റ്റ്. വേ യുവർ സ്കൂൾ ബാഗ്. നിങ്ങളുടെ സ്കൂൾ ബാഗ് എടുത്തൊന്ന് തൂക്കി നോക്കിയേ. ഓക്കെ, മെഷർ ദ വെയ്റ്റ് ഓഫ് യുവർ വാട്ടർ ബോട്ടിൽ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫില്ലിംഗ് ഇറ്റ് വിത്ത് വാട്ടർ. മെഷർ ദ വെയ്റ്റ് ഓഫ് യുവർ വാട്ടർ ബോട്ടിൽ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫില്ലിംഗ് ഇറ്റ് വിത്ത് വാട്ടർ. വാട്ട് ഡിഫറൻസ് ഡിഡ് യു നോട്ടീസ്? നിങ്ങളുടെ വാട്ടർ ബോട്ടിൽ എടുത്ത് നിങ്ങൾ വെയിറ്റ് നോക്കിക്കേ. അതിനുശേഷം വെള്ളം ഒഴിച്ചിട്ട് തൂക്കി നോക്കുക, അതിന് വെയിറ്റ് എടുക്കുക. വെള്ളം ഒഴിക്കാണ്ട് നോക്കുക, എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദിസ്? നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? വെള്ളം ഒഴിക്കാണ്ട് വാട്ടർ ബോട്ടിൽ തന്നെ എടുത്തപ്പോൾ അതിന് വെയിറ്റ് ഇല്ല. പക്ഷേ വിത്ത് വാട്ടർ ബോട്ടിൽ എടുത്ത് നോക്കിയപ്പോൾ നല്ല വെയിറ്റ് ഉണ്ടല്ലേ. എന്തെന്ന് മനസ്സിലായത്? ഓൾ ഒബ്ജക്ട്സ് ആവ് വെയിറ്റ്. എല്ലാ വസ്തുക്കൾക്കും എന്തുണ്ട്? വെയിറ്റ് ഉണ്ട്. എല്ലാ വസ്തുക്കൾക്കും കനമുണ്ട്, വെയിറ്റ് ഉണ്ട്, തൂക്കമുണ്ട്. നൗ ഫൈൻഡ് ദ വെയിറ്റ് ഓഫ് വാട്ടർ ഇൻ ദ ബക്കറ്റ് ആൻഡ് ദ പോട്ട് ഇൻ ദ സെയിം വേ. നൗ ഫൈൻഡ് ദ വെയിറ്റ് ഓഫ് വാട്ടർ ഇൻ ദ ബക്കറ്റ് ആൻഡ് ദ പോട്ട് ഇൻ ദ സെയിം വേ. അതുപോലെ തന്നെ നിങ്ങൾ ഒരു ബക്കറ്റ് എടുക്കുക, വെള്ളമില്ലാത്തൊരു ബക്കറ്റ് എടുത്ത് തൂക്കം നോക്കുക. അതിനുശേഷം വെള്ളത്തോടുകൂടി വെയിറ്റ് നോക്കുക. അതുപോലെ ഒരു പോട്ട് എടുക്കുക. അതുപോലെ തന്നെ പോട്ട് വെയിറ്റ് നോക്കുക. വിത്ത് വാട്ടർ അതിൻ്റെ വെയിറ്റ് നോക്കുക. അപ്പോൾ എന്തുണ്ട്? നല്ല വെയിറ്റ് ഉണ്ടല്ലേ. വിത്ത് വാട്ടർ അതിന് നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് എന്ത് മനസ്സിലായി? എല്ലാ സാധനങ്ങൾക്കും വെയിറ്റ് ഉണ്ട്, തൂക്കം ഉണ്ടെന്ന്. ഓൾ ഒബ്ജക്ട്സ് ആർ വെയിറ്റ്. എല്ലാ വസ്തുക്കൾക്കും വെയിറ്റ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. ശക്തിമാൻ. ലുക്ക് അറ്റ് ദ പിക്ചർ. ചിത്രം കണ്ടോ? വാട്ട് മേക്സ് ദ വാട്ടർ വീൽ ടേൺ അറൗണ്ട്? എന്തുകൊണ്ടാണ് ജലചക്രം തിരിയുന്നത്? വാട്ട് മേക്സ് ദ വാട്ടർ വീൽ ടേൺ അറൗണ്ട്? എങ്ങനെയാണ് ജലചക്രം തിരിയുന്നത്? ഫ്ലോയിങ് വാട്ടർ ഹാസ് പവർ. ഫ്ലോയിങ് വാട്ടർ ഹാസ് പവർ. ഒഴുക്ക് വെള്ളത്തിൽ എന്തുണ്ട്? ശക്തിയുണ്ട്. ഒഴുക്ക് വെള്ളത്തിൽ എന്തുണ്ട്? ശക്തിയുണ്ട്. ഫ്ലോയിങ് വാട്ടർ ഹാസ് പവർ. ഒഴുക്ക് വെള്ളത്തിന് നല്ല ശക്തിയുണ്ട്. ഓക്കെ മക്കളെ, പേജ് നമ്പർ 74 എടുത്തോ എല്ലാവരും. അവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? ഒബ്സർവ് ദ പിക്ചർ. വിച്ച് എമംഗ് ദ ഫോളോയിങ് ക്യാൻ ഫ്ലോ ലൈക്ക് വാട്ടർ? കളർ ദം. ഒബ്സർവ് ദ പിക്ചർ. വിച്ച് എമംഗ് ദ ഫോളോയിങ് ക്യാൻ ഫ്ലോ ലൈക്ക് വാട്ടർ? കളർ ദം. ഒരു പിക്ചർ കൊടുത്തിട്ടാണില്ല. വാട്ടർ എന്ന് പിന്നെ ഡീസൽ, റൈസ്, മിൽക്ക്, പെട്രോൾ, കെറോസിൻ, സ്റ്റോൺ, സ്മോക്ക്, കോക്കനട്ട്, പെൻ. ഇതിൽ ഏതിനൊക്കെ വെള്ളം പോലെ ഒഴുകാൻ പറ്റും? വിച്ച് എമംഗ് ദിസ് ക്യാൻ ഫ്ലോ ലൈക്ക് വാട്ടർ? ഏതിനൊക്കെ പറ്റും? ഡീസലിന് പറ്റും. പേനയ്ക്ക് പറ്റുമോ? പേനയ്ക്ക് ഇങ്ങനെ വെള്ളം ഒഴുകുന്നവർ ഒഴുകാൻ പറ്റുമോ? നെവർ. അരിക്ക് പറ്റുമോ? ഇല്ല. പാലിന് പറ്റുമോ? പറ്റും. ഡീസലിന് പറ്റും, പാലിന് പറ്റും. പിന്നെ പെട്രോളിന് പറ്റുമോ? പറ്റും. മണ്ണെണ്ണ, കെറോസിന് പറ്റുമോ? പറ്റും. പിന്നെ സ്റ്റോണിന് പറ്റുമോ? ഇല്ല. സ്മോക്കിന് ഇങ്ങനെ ഒഴുകാൻ പറ്റുമോ? ഇല്ല. കോക്കനട്ട് ഓയിൽ, യെസ്, വെളിച്ചെണ്ണയ്ക്ക് പറ്റും. കോക്കനട്ട് ഓയിലിന് പറ്റും. പിന്നെ കെറോസിന് പറ്റും, പെട്രോളിന് പറ്റും, മിൽക്കിന് പറ്റും, ഡീസലിന് പറ്റും. വേറെ ഒന്നിനിങ്ങനെ വെള്ളം ഒഴുകുന്നത് പോലെ ഒഴുകാൻ പറ്റുകയില്ല. വാട്ടർ ആൻഡ് ഫ്രണ്ട്സ് സിമിലർ ടു ഇറ്റ് ആർ ലിക്വിഡ്സ്. വാട്ടർ ആൻഡ് ഫ്രണ്ട്സ് സിമിലർ ടു ഇറ്റ് ആർ ലിക്വിഡ്സ്. വെള്ളവും വെള്ളത്തിൻ്റെ കൂട്ടുകാരും എന്താണ്? ലിക്വിഡ്സാണ്, ദ്രാവകങ്ങളാണ്. വെള്ളവും വെള്ളത്തിൻ്റെ കൂട്ടുകാരും എന്താണ്? ലിക്വിഡ്സാണ്. ലിക്വിഡിന് മാത്രമേ ഒഴുകാൻ പറ്റുള്ളൂ, മറ്റുള്ള സാധനങ്ങൾക്ക് ഒഴുകാൻ സാധ്യമല്ല. നൗ ഫൈൻഡ് ഔട്ട് other liquids and write down their common properties. Now find out other liquids and write down their common properties. ഈ ലിക്വിഡ്സിനെ കൂടാതെ മറ്റ് ലിക്വിഡ്സിനെ കണ്ടെത്തുക, അതിൻ്റെ പൊതു സ്വഭാവങ്ങൾ, കോമൺ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് കണ്ടെത്തണം. അതിൻ്റെയൊക്കെ കോമൺ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് കണ്ടെത്തി നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതണം. ഓക്കെ ചിൽഡ്രൻ, താങ്ക് യു ചിൽഡ്രൻ. ലെറ്റ് മീ സ്റ്റോപ്പ് ഹിയർ. യു ഹാവ്